ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ബാണ്ടിപ്പൂർ ടൈഗർ റിസർവിലേക്കാണ്. ഞങ്ങളെല്ലാവരും ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര തുടരുകയാണ്. ടിക്കറ്റിന് ഒരാൾക്ക് വരുന്നത് 600 രൂപ വെച്ചിട്ടാണ്. വളരെ കോസ്റ്റ്ലിയാണ്. അപ്പം ഞങ്ങൾ പോകുന്നത് ഫോറസ്റ്റ് ബസ്സിലാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാട്ടിൻ്റെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോവുകയാണ്. ഇവിടെ കുറേ ബോർഡുകളെല്ലാം കാണുന്നുണ്ട്. ആ ബോർഡിൽ കുറേ മൃഗങ്ങളെ ഫോട്ടോസും ഇൻഫോർമേഴ്സൊക്കെ ഉണ്ട്. അപ്പം ആ ചേട്ടൻ പറയുന്നത് ഇവരെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നാണ് ഈ ചേട്ടൻ പറയുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഈ വണ്ടി അവിടെ നിർത്തിയപ്പോൾ ഈ ആനകളെല്ലാവരും ഒരുമിച്ച് പ്രൊട്ടക്ഷൻ ചെയ്ത് അതിൽ ആ ആനക്കുട്ടികൾ വരെ ഉണ്ട് അതിൽ കാലിൻ്റെ ചുവട്ടിൽ. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. വളരെ മനോഹരമായിരുന്നു കാടുകൾ. ഈ തടാകത്തിൻ്റെ അടുത്ത് ഒരാൾ അവിടെ ഉറങ്ങുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? അത് കടുവ മാമനാണ്. ഫുഡൊക്കെ കഴിച്ച് വിശപ്പൊക്കെ മാറ്റി അവിടെ അങ്ങനെ ഉറങ്ങുകയാണ്. ഈ ഫോറസ്റ്റർ ഈ ടൈഗറിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ സംശയങ്ങളുണ്ടെങ്കിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. ഞങ്ങൾ ആ ടൈഗർ എണീക്കുന്നത് വരെ ഇങ്ങനെ കാത്തു നിന്നു. പക്ഷെ അത് ആ ഫുഡ് കഴിച്ച ആ ഇതിൽ ഇങ്ങനെ കടന്ന് അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. ആ തടാകത്തിൽ നിറയെ വെള്ളാമകളൊക്കെ
ഇങ്ങനെ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങളെ വാഹനത്തിൻ്റെ ബാക്കിലും മുന്നിലും ഞങ്ങളെ വാഹനത്തിൻ്റെ പോലെയുള്ള ഫോറസ്റ്റ് വാഹനങ്ങൾ ഉണ്ടായിരുന്നു. ഇതേപോലെ കാണാൻ വന്നവരാണ്. അവരുടെ അടുത്ത് വലിയ വലിയ ക്യാമറകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ടൈഗറെ നല്ല കൃത്യമായി അവർ വീഡിയോ എടുത്തു. ആ ടൈഗർ ഒന്ന് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നുണ്ട്. ഞങ്ങൾ മയില്, ആന, മാന്, ടൈഗർ എന്നിവരൊക്കെ കണ്ടിങ്ങനെ ഫോറസ്റ്റിൽ നിന്ന് പുറത്തോട്ട് പോവുകയാണ്. ആ മരത്തിന്മേ ഒരു പുലി കിടക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും അത്ര വ്യക്തമായി കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ആ മരത്തിൽ അതിനെ വാലും കാലും മാത്രം ഇങ്ങനെ തൂക്കി ഇട്ടിട്ടാണ് ഞങ്ങൾക്ക് കാണുന്നത്. ഈ പുലി നിൽക്കുന്ന അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആളുകൾ ഇങ്ങനെ താമസിക്കുന്നുണ്ട്. അവർക്കൊന്നും പേടി ഇല്ല എന്നാണ് തോന്നുന്നത്. ഈ കാട്ടിൽ ഞങ്ങൾ വരുമ്പോൾ കുരങ്ങൻ, സിംഹവാലക്കുരങ്ങൻ, കാട്ടുപോത്ത്, കഴുകൻ ഇവരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് വല്ലാത്തൊരു ദുഃഖമായി. ഇത്രയാണ് നമ്മളെ വീഡിയോ. എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലത്തെ ട്രിപ്പ് നിങ്ങൾ പോകണമെന്ന് പറയുകയാണ്. അടിപൊളി ട്രിപ്പായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ്. അപ്പം ഇനിയും വീഡിയോ വരുന്നതായിരിക്കും. അതുവരെ ബൈ.